ഓം ശ്രീ സായിറാം. 1967 ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനോടൊപ്പം ആദ്യമായി പുട്ടപർത്തിയിൽ പോകുന്നതും ബാബയെ ദർശിക്കുന്നതും. അന്ന് മൂവാറ്റുപുഴ സമിതിയിൽ നിന്നും പുട്ടപർത്തിയിലേക്ക് ഒരു ബസ് വാടകയ്ക്കെടുത്ത് ഒരു സംഘമായിട്ടാണ് ഞങ്ങളെല്ലാവരും പോയത്. എൻ്റെ അച്ഛമ്മയും, അതായത് അച്ഛൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. സംഗീത ഉപകരണങ്ങളോടുകൂടി ഭജനകൾ പാടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. അന്ന് മൂവാറ്റുപുഴ സമിതി കൺവീനറായിരുന്ന ഡോക്ടർ സുകുമാരൻ്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. അക്കാലത്ത് സമിതി എന്നല്ല, സായി സമാജം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹവും കുടുംബവും നല്ല ഗായകർ കൂടിയായിരുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പുട്ടപർത്തിയിലെത്തി. അന്നത്തെ പ്രശാന്തി നിലയം ഇന്നത്തെ മന്ദിരത്തിൻ്റെ ഒരു സ്കെലിട്ടൺ മാത്രമായിരുന്നു. അലങ്കാരപ്പണികളൊന്നുമില്ല. പ്ലെയിൻ കോൺക്രീറ്റ് മന്ദിരം. മുറ്റം നിറയെ പൂഴിമണൽ. മുറ്റത്തിന് മേൽക്കൂരയൊന്നുമില്ല ഇന്നത്തെ പോലെ. ആ മണൽപ്പരപ്പിലാണ് എല്ലാവരും ദർശനത്തിന് ഇരിക്കുന്നത്. സ്വാമി ആ പൂഴിമണലിലൂടെ നഗ്നപാതനായി നടന്ന് ഭക്തർക്ക് ദർശനം നൽകും. ഞങ്ങൾ പ്രശാന്തി നിലയത്തിലെത്തി. ഡ്രൈവർ ബസ് കോമ്പൗണ്ടിനുള്ളിൽ കയറ്റി മന്ദിരത്തിന് മുന്നിൽ പാർക്ക് ചെയ്തു. പെട്ടെന്ന് മന്ദിരത്തിലുണ്ടായിരുന്ന 2 വോളണ്ടിയർമാർ ഓടി വന്ന് വണ്ടി മന്ദിരത്തിന് മുന്നിൽ പാർക്ക് ചെയ്തതിന് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. അവർ കസ്തൂരിയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അദ്ദേഹവും ഞങ്ങളെ വഴക്ക് പറഞ്ഞു. പെട്ടെന്ന് സ്വാമി കസ്തൂരിയെ വിളിക്കുന്നു എന്നാരോ അകത്തു നിന്നും പറഞ്ഞു. മന്ദിരത്തിനകത്ത് പോയ കസ്തൂരി തിരികെ വന്നിട്ട് വണ്ടി അവിടെ തന്നെ കിടന്നു കൊള്ളട്ടെ എന്നാണ് സ്വാമി പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചിത്രാവതി നദിയിൽ പോയി കുളിച്ച് വണ്ടിയിൽ തന്നെ വസ്ത്രം മാറി മന്ദിരത്തിനുള്ളിൽ കയറിയിരുന്നു. വൈകിട്ടത്തെ ഭജൻ തുടങ്ങാൻ സമയമായിരുന്നു. ഭജൻ കഴിഞ്ഞ് പുറത്തുപോയി വൈകുന്നേരത്തെ ഭക്ഷണവും കഴിച്ച്, അന്ന് ക്യാൻറ്റീനൊന്നുമില്ല, ചെറിയ ചായക്കടകൾ മാത്രം പുറത്തുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മന്ദിരത്തിലെ മരച്ചുവട്ടിൽ പൂഴിമണലിൽ വിരി വച്ച് കിടന്ന് രാത്രി ഉറങ്ങി. അക്കാലത്ത് ഇന്നത്തെ പോലെ താമസ സൗകര്യങ്ങളൊന്നും പുട്ടപർത്തിയിലില്ല. വെറും കാടും മലയും മാത്രം. ജനത്തിരക്കും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ സുപ്രഭാതം, നഗരസങ്കീർത്തനം, ദർശനം, ഭജന ഇവയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്തെ വൃക്ഷച്ചുവട്ടിൽ നിൽക്കുമ്പോൾ സ്വാമി രാജാറെഡ്ഡി എന്ന സേവാദളിനോടൊപ്പം മന്ദിരത്തിനകത്ത് നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉങ്ങളെല്ലാവരെയും ചേർത്ത് വച്ച് നാളേക്ക് പേശലാം. ഞങ്ങൾ ഒരു നവരാത്രിക്ക് തൊട്ട് മുൻപാണ് പർത്തിയിലെത്തിയത്. നവരാത്രി ആഘോഷം പ്രമാണിച്ച് പ്രശാന്തി നിലയത്തിൽ ചില പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഈ ദിവസങ്ങളിൽ സ്വാമി ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ലെന്നും എല്ലാ ഭാഷകളിലും അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും നിരാശരായി. അങ്ങനെയുള്ള അവസരത്തിലാണ് സ്വാമി ഞങ്ങളോട് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞത്. അന്ന് പുട്ടപർത്തിയിൽ മന്ദിരത്തിനടുത്തായി ഗസ്റ്റ് ഹൗസ് എന്നു പേരുള്ള ഒരു ചെറിയ കെട്ടിടമുണ്ടായിരുന്നു. ഇന്നത്തെ വലിയ ഗസ്റ്റ് ഹൗസൊന്നും അല്ല കേട്ടോ, വളരെ ചെറിയ കെട്ടിടം. സ്വാമിയുടെ അതിഥികളായി അന്ന് വരുന്നവരെ അവിടെയാണ് താമസിപ്പിച്ചിരുന്നത്. പിറ്റേന്ന് അവിടെ വെച്ചാണ് സ്വാമി ഞങ്ങളോട് സംസാരിച്ചത്. ഒരു മുറിയിൽ, ഒരു ചെറിയ മുറി, ഞങ്ങൾ വൃത്തത്തിലിരുന്നു. നടുവിൽ ഒരു പീഠം കൊണ്ടുവന്നിട്ടു. സ്വാമി അതിലിരുന്നു. ആധ്യാത്മികമായ കുറേ കാര്യങ്ങൾ സ്വാമി ഞങ്ങളോട് സംസാരിച്ചു. ഭക്തി, പ്രേമം, ശിവതത്വം, ആരാണ് നീ എന്നിങ്ങനെയൊക്കെയുള്ള ഗഹനമായ വിഷയങ്ങൾ. കുട്ടിയായ എനിക്ക് ഇതൊന്നും അന്ന് ഗ്രഹിക്കാനായില്ലെങ്കിലും പിന്നീട് അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തന്നത്. കുട്ടിയായ എന്നോട് ഉൻ പേരെന്നാ എന്ന് സ്വാമി ചോദിച്ചു. ഞാൻ പറഞ്ഞു ജിതേന്ദ്രൻ. ഉടൻ സ്വാമി തിരുത്തി, ജിതേന്ദ്രൻ അല്ല, ജിതേന്ദ്രിയൻ, നീ ജിതേന്ദ്രിയനാകണം. ഇതാണ് സ്വാമി പറഞ്ഞത്. ഞങ്ങളോടൊപ്പം അച്ഛമ്മയും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അച്ചമ്മയ്ക്ക് അക്കാലത്ത് വാർദ്ധക്യ സഹജമായ സ്വല്പം മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു.
അച്ചമ്മയെ മകളെ എന്നാണ് സ്വാമി സംബോധന ചെയ്തത്. സ്വാമി അച്ഛനോട് ചോദിച്ചു, ഉനക്കെന്നെ വേണം? അച്ഛൻ സ്വാമി അമ്മ എന്ന് മാത്രം പറഞ്ഞു. ഉടനെ സ്വാമി അച്ഛൻ്റെ 2 കൈകളും നിറയെ വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തു. അച്ഛനത് അച്ചമ്മയുടെ ആവാതചൂടം പൂശി. തിരികെ വീട്ടിലെത്തിയതിന് ശേഷം അച്ചമ്മ വളരെ ശാന്തയായി കാണപ്പെട്ടു. ശിഷ്ടകാലം ഭാഗവത പാരായണവുമായി കഴിയുകയും താമസം വിനാ ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു. സ്വാമി എന്നോട് മാത്രമല്ല, ആ കൂടെ ഉണ്ടായിരുന്ന പലരോടും വ്യക്തിപരമായി തന്നെ പല കാര്യങ്ങളും സംസാരിച്ചു. എല്ലാവർക്കും പാദനമസ്കാരവും വിഭൂതി നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കി. ഇതാണ് എൻ്റെ ആദ്യത്തെ പർത്തിയാത്രയും ഭഗവത് ദർശനവും. അക്കാലത്ത് വീട്ടിൽ ഒരു ടിന്നിലാണ് വിഭൂതി ഇട്ട് വയ്ക്കാറുള്ളത്. അച്ഛൻ പുട്ടപർത്തിയിൽ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന വിഭൂതി ടിൻ നിറച്ച് വയ്ക്കും. അടുത്ത യാത്ര പോകാറാവുമ്പോഴേക്കും ടിൻ കാലിയാകാറാകും. ഒരിക്കൽ ടിൻ തീരെ കാലിയായി. അച്ഛൻ പറഞ്ഞു, വിഭൂതി തീരാറായല്ലോ, അടുത്ത ദിവസം ഒന്നും പുട്ടപർത്തിക്ക് പോകുന്നുമില്ല, എന്തു ചെയ്യും? അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ സുപ്രഭാതത്തിന് മുൻപായി വിഭൂതി തൊടാൻ ടിന്നിൻ്റെ അടിയിലേക്ക് കൈയിട്ട ഞാൻ അതിശയിച്ചു പോയി. ടിൻ നിറഞ്ഞ വിഭൂതിയിലേക്ക് എൻ്റെ വിരലുകൾ ആഴ്ന്നുപോയി. നിറയെ സുഗന്ധമുള്ള വിഭൂതി തന്നെയുമല്ല, വിഭൂതിയുടെ ആഴത്തിൽ നിന്നും ചെറിയ അരിമുറുക്കിൻ്റെ കഷണങ്ങളുടെ രൂപത്തിലുള്ള മധുര പലഹാര ശകലങ്ങളും